ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ദ്വാദശാക്ഷരി മന്ത്രാർച്ചന. ദുർഗാദേവി ക്ഷേത്രത്തിൽ ചെയ്യുന്ന മന്ത്രാർച്ചനയാണ് ദ്വാദശാക്ഷരി മന്ത്രാർച്ചന. ശേഷ പര്യങ്കശായി നാരായണ ഋഷി ജഗതി ചന്ദ ശാന്തി ദുർഗാദേവത. ഛന്ദസ്. ധനസമൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രാർച്ചനയാണ്. ധനം കുന്നുപോലെ പെരുകൂ എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദാരിദ്ര്യപരമായിട്ടുള്ള ശമനത്തെ ഉണ്ടാക്കി, ദാരിദ്ര്യ ശമനം, തീർത്തും ദാരിദ്ര്യമുണ്ടാകാതെ കഞ്ഞി കുടിച്ചു പോകാവുന്ന രീതിയിൽ എങ്കിലും കൂടുതൽ മിച്ചം വരാതെ ജീവിതം ധന്യമായി പോകുന്ന രീതിയിലെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ അധികം ലാഭം ഇല്ലതാനും എന്നാൽ നഷ്ടമല്ലതാനും ഇതിനിടയിൽ കൂടിപ്പോകുന്ന ഒരവസ്ഥ, സുഖവും ദുഃഖവും തുല്യമായി പോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ, തീർത്തും ദാരിദ്ര്യമുണ്ടാകാതെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലൂടെയെങ്കിലും നമ്മളെ കൊണ്ടുപോകുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാതെ ജീവിതം മുന്നേറാൻ ഉതകുന്ന, ഭാഗ്യത്തെ തെളിക്കുന്ന, കടാക്ഷിക്കുന്ന ദേവീപരമായിട്ടുള്ള ഒരു മന്ത്രാർച്ചനയാണ് ദ്വാദശാക്ഷരി മന്ത്രാർച്ചന. ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഇത്രയുള്ളൂ മന്ത്രം. ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഇതാണ് മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം. ദ്വാദശം എത്രയാണ്? 12 അക്ഷരത്തോടു കൂടിയ മന്ത്രമാണ്. ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ. 12 അക്ഷരമാണ്. അതാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഈ മന്ത്രാർച്ചന ദുർഗാദേവി ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് നമുക്ക് ദാരിദ്ര്യപരമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചനമുണ്ടായി ജീവിതം മുന്നോട്ട് പോകാൻ ഉതകുന്നതാണ്. ധനസമൃദ്ധിക്ക് എന്ന് വെച്ചാൽ ധനം അങ്ങ് പെരുകുമെന്നല്ല, ഇതുപോണക്ക് അധികം മിച്ചമൊന്നുമില്ലാതെ എന്നാൽ ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയിൽ, മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന രീതിയിൽ പോകുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന, ദൈവിക കടാക്ഷത്തോടുകൂടി പോകുന്ന ഒരു മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രജപം. ദുർഗാദേവിയെ, ആദിപരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ത്രിസന്ധ്യയ്ക്ക് ജപിക്കുന്ന മന്ത്രം, ബ്രാഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്ന മന്ത്രം, സരസ്വതി യാമത്തിൽ ജപിക്കുന്ന മന്ത്രം. ഇതാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.